ഫ്രണ്ട്സ്, മിക്കു റോഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ വലിയ നവീകരണമാണെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ആണ് ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാം കവാടത്തിലാണ് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാം കവാടത്തിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാം ഗേറ്റിൻ്റെ അവിടെയാണെങ്കിൽ ആക്ച്വലി ഇതാകണ്ട സൂപ്പറായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻസ് ആണെങ്കിൽ നടക്കുന്നുണ്ട്. 369 കോടി രൂപയുടെ കൺസ്ട്രക്ഷൻസാണ് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത്. രണ്ടാം ഗേറ്റിലാണ് ഒന്നാം ഫേസ് നടക്കുന്നത്. ഏകദേശം 39 മാസം കൊണ്ട് പൂർത്തിയാക്കണം എന്നാണ് റെയിൽവേയുടെ ആ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സൈഡിലൊക്കെയാണ് ഈ കൺസ്ട്രക്ഷൻസ് വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെ സംഭവം പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിത് ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലും ഒരു കൺസ്ട്രക്ഷൻസ് ആണെങ്കിൽ പൂർത്തിയായിട്ടുണ്ടല്ലോ. അതിൻ്റെ ഫ്രെയിമൊക്കെ സംഭവം പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങും ടച്ചപ്പ് വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ നടക്കുന്നത്. ഓക്കെ, നമ്മളിപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഈ ഒരു സൈഡിലൊക്കെ വേണ്ട അതിൻ്റെ പൂശൽ സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ആ ഒരു നവീകരണത്തോടനുബന്ധിച്ചിട്ടുള്ള പൂശൽ, അതും ഡേ നൈറ്റ് ഫുൾ ടൈം ഇവിടെ പണിയാണ്. ഫ്ലഡ് ലൈറ്റും മറ്റ് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെതായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. സംഭവമുള്ള സൂപ്പർ. എത്രയും പെട്ടെന്ന് തന്നെ നവീകരണമൊക്കെ പൂർത്തിയാകട്ടെ എന്നത് തന്നെയാണ് നമ്മുടെ ചാനലിലെ മെയിനായിട്ടുള്ള ഒരു ആവശ്യം. നമ്മൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് തന്നെ ആൾക്കാർ കൺസ്ട്രക്ഷൻസൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതൊക്കെ കാണാൻ പറ്റും. നമ്മൾ ട്രാക്കിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നിട്ട് സൂം ചെയ്തിട്ട് നോക്കുമ്പോഴേക്കും എന്താക്കണ്ട അപ്പുറത്തെ സൈഡൊക്കെ ആണെങ്കിൽ കൺസ്ട്രക്ഷൻസൊക്കെ അതാ ഇത്രയുമായിട്ടുണ്ട് ഗൈസ്. റെയിൽവേയുടെ ഒന്നാം പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന രണ്ടാം ഫേസിൻ്റെ കൺസ്ട്രക്ഷൻസിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഗൈസ് നമുക്ക് കാണുന്നത്. മനോഹരമായിട്ടുള്ള കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണത്തിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ആ ഒരു കൺസ്ട്രക്ഷൻസിൻ്റെ അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തായിട്ടാണ് മെയിനായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻസിൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതൊക്കെയാണ് ഗൈസ് ഞാനിപ്പോൾ കൈ കാണിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ പഴയ കെട്ടിടങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന എല്ലാ സംഭവം ഇടിച്ച് പൊളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങ് ദൂരെയൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെയാണെങ്കിൽ കൺസ്ട്രക്ഷൻസിൻ്റെ വലിയ കെട്ടിടങ്ങളൊക്കെ ആണെങ്കിൽ സംഭവം നിർമ്മിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതുണ്ട്. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങ് താഴോട്ടിറങ്ങി ആ ഒരു സൈഡിൽ പോയി അവിടുത്തെ വിഷ്വൽസും കൂടെ ഒന്ന് എടുത്ത് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ സൈഡിലൊക്കെയാണ് കൺസ്ട്രക്ഷൻസൊക്കെ ആണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ RPF സ്റ്റേഷൻ ഇപ്പോഴത്തെ സൈഡിലാണ്. RPF സ്റ്റേഷൻ ഓൾമോസ്റ്റ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻസൊക്കെ ഡേ ലൈറ്റ് ആ ഒരു ഡേ നൈറ്റ് സംഭവമായിട്ടാണ് കൺസ്ട്രക്ഷൻസൊക്കെ ആണെങ്കിൽ സംഭവം ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് ലൈറ്റ് ഇരിക്കുന്നുണ്ട്. അവിടെയാണ് ഫസ്റ്റ് ഫേസ് നവീകരണം നടക്കുന്നത്. ഈ രണ്ട് സൈഡത്തെയും കൺസ്ട്രക്ഷൻ വന്നിട്ട് ടോട്ടൽ 369 കോടി രൂപയുടെ കൺസ്ട്രക്ഷനാണ് മെയിനായിട്ടും നടക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. സംഭവം കൊള്ളാം, ഒരു രക്ഷയില്ല. സൂപ്പർ. ഈ സൈഡിൽ കുറേ തൂണൊക്കെ കെട്ടാൻ വേണ്ടി ഉള്ള ശ്രമത്തിലാണ്. അവിടെ വന്നിട്ട് കുറച്ചും കൂടെ ഒരു വലിയൊരു തൂണുണ്ടാക്കുന്ന ഒരു ശ്രമത്തിലാണ്. ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് കോൺക്രീറ്റ് മിക്സിങ്ങിൻ്റെ വണ്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് മറ്റേ ടൈം ഇഷ്ടം പോലെ കോൺക്രീറ്റിംഗ് ഒക്കെ സംഭവം ചെയ്യാൻ പറ്റും. 24 hours ഇവിടെ വർക്കിംഗ് നടക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് 39 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമത്തിലാണ് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനും സദേൺ റെയിൽവേ.
അപ്പോൾ സംഭവം കൊള്ളാം. ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പേജസുകൾ മറക്കാതെ ഫോളോ ചെയ്തേക്കണം.